അപ്പോൾ സുഹൃത്തുക്കളെ, ഹിന്ദുമതം ഇന്നൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇന്നല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. ഒരുത്തനെ കണ്ടുകൂടാ. ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ ഒരുപാട് സ്പർദ്ധകൾ ഉള്ള ഒരു മതമായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുമതം. പലരും പറയുന്നത് ഹിന്ദുമതം മതമല്ല, അതൊരു സംസ്കാരമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ മതമില്ലാതെ സംസ്കാരം ഉണ്ടാവുമോ? അതായത് ഒരു പ്രത്യേക അറിവില്ലാതെ സംസ്കാരം ഉണ്ടാവുമോ? അത് അങ്ങനെയാണ് ഈ സംസ്കാരം ഉണ്ടാകുന്നത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ദർശനങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മതങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുമതത്തിൽ തന്നെ. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരുത്തരും ഒരു ഏകീകരണമില്ല, എല്ലാം തോന്നുന്ന പോലെ വിചാരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു ശരിയായ മാർഗമുണ്ട്. അല്ലാതെ ഹിന്ദുമതം ഇങ്ങനെ ഹിന്ദുമതമായിട്ട് മതമെന്നും പറഞ്ഞൊരു പേരിലല്ല നിൽക്കുന്നത്. ഒരു പ്രത്യേക ഒരു നിയമങ്ങളുണ്ട് ഇതിന്. അതറിയാത്തതാണ് നമ്മുടെ കുഴപ്പം. അതിനൊരു ജ്ഞാനമുണ്ട്. ആത്മരക്ഷയാണ് ഹിന്ദുമതത്തിന്റെ ലക്ഷ്യം. പക്ഷെ അത് ആരും അറിയുന്നില്ല. ആത്മരക്ഷയൊന്നും കാര്യമില്ല. നമ്മൾ എങ്ങനെയും ജീവിച്ചാൽ മതി, സുഖമായി ജീവിച്ചാൽ മതി, അതിനേത് മാർഗത്തിൽ കൂടെ ജീവിച്ചാൽ മതി എന്നും പറഞ്ഞാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പം തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും കൂടി കല്യാണം കഴിച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറും. ഹിന്ദുമതത്തിലെ പ്രശ്നം അതാണ്, എല്ലാവരും ഭിന്നിച്ച് നിൽക്കുന്നതാണ്, കൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ ഉണ്ടാവുമോ? അപ്പോൾ അതിനുള്ള ജ്ഞാനം ഗ്രഹിക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പഠിക്കുന്നതാണ് ഇങ്ങനെ ജ്ഞാനമെന്ന് പറയുന്നത്. ഇതിൻ്റെ അറിവുകളൊക്കെ വേദോപനിഷത്തുകളിൽ ഉണ്ടെങ്കിലും ഇതൊന്നും ആർക്കും പഠിച്ചെടുക്കാനാവില്ല. അങ്ങനെ അപൂർവം ചിലരാണ് ഇത് പഠിക്കുന്നത്. ആ പഠിച്ചവരിൽ നിന്നാണ് മറ്റുള്ളവർ ഇത് മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എനിക്ക് എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി. ചിലരൊന്നും പഠിക്കുകയല്ലെന്ന് പറഞ്ഞാൽ കുറേ പഠിച്ചു കഴിയുമ്പോൾ മന്ത്രങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വരുമ്പോൾ തലവേദന എടുക്കും. കുറേ അത് പഠിച്ചു കഴിയുമ്പോൾ ചെറുപ്പകാലത്താണ് രക്തം ചൂട് പിടിച്ച് പോയി കല്യാണം കഴിച്ച് അങ്ങനെ അവൻ ജീവിച്ചു. എല്ലാവരും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, 1000 ദൈവങ്ങളുണ്ട്, ഏത് ദൈവമാണ് സൃഷ്ടിച്ചത്. ഒന്നും അറിയേണ്ട കാര്യമില്ല, ജീവിച്ചു പോവുക എന്നുള്ള ഒറ്റ ഇതിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ്. എന്നാൽ ഇതിനൊരു വ്യക്തമായ ഒരു ജ്ഞാനമുണ്ട്. ഇപ്പൊ തന്നെ പാവങ്ങളും പണക്കാരും തമ്മിലുള്ള മത്സരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ട്. ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ, ഇതിനെല്ലാം മനുഷ്യൻ വെറുക്കുകയാണ്. എന്നാൽ ഇതിനൊരു വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. പാവങ്ങളും പണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട് പ്രകൃതിക്ക്. ഇത് മനുഷ്യരാരും ഏർപ്പെടുത്തിയതല്ല, ആത്മാക്കൾ തന്നെ അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി അറിയാത്തതാണ് നമ്മുടെ ഇവിടുത്തെ സ്പർദ്ധകൾക്ക് കാരണം. അതിനെപ്പറ്റി ഞാൻ പറയാം. പക്ഷെ ഇത് ജ്ഞാനം എന്തുകൊണ്ട് നമുക്ക് ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇത് ജ്ഞാനം തരുന്നവർക്ക് ആരെങ്കിലും ഫീസ് കൊടുക്കട്ടെ. ഫീസ് കൊടുക്കാതെ ഏതെങ്കിലും വിദ്യ നിലനിൽക്കുമോ? ഇപ്പം നമ്മൾ വലിയ ആശുപത്രികൾ കാണുന്നു, ആരും ഫീസ് കൊടുക്കാതിരുന്നാൽ ആശുപത്രി നിലനിൽക്കുമോ? പിന്നെ പല പ്രൈവറ്റ് പഠനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫീസ് കൊടുക്കാതിരുന്നാൽ നിലനിൽക്കുമോ? ഈ ജ്ഞാനം തരുന്നവൻ തന്നെ മനുഷ്യനല്ലേ, അവനൊരു തൊഴിലിന് വേണ്ടിയാണ് ഇത് പറയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആരും അടുക്കുകയില്ല, ഫീസ് കൊടുക്കുകയില്ല, പിന്നെ അവനത് പറയത്തില്ല. അങ്ങനെയാണ് ജ്ഞാനം ലോകത്തിൽ ഇല്ലാതായിപ്പോയത്. അപ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കാൻ തയ്യാറാവുക. ഞാൻ അതിനെപ്പറ്റി പറയാം. ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ജ്ഞാനം ഗ്രഹിക്കണം. ജ്ഞാനമില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരിക്കലും മാറുകയില്ല. എല്ലാവരും ഒന്നിച്ചുകൂടി കല്യാണം കഴിച്ചുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ മാറുകയില്ല. എല്ലാവരും ഒന്നിച്ചു കൂടിയാൽ സാക്ഷാത്കരിക്കുന്ന ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ ഏകീകരണം. ഹിന്ദുക്കൾ ഭരണം പിടിച്ചടക്കി എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആത്മാവിൽ രക്ഷപ്പെടണമെങ്കിൽ ആത്മീയ അറിവ് വേണം. അതില്ലാതെ കൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ജയ് വിളിച്ചുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുന്നതിനുള്ള അറിവാണ്. അതാണ് ഞാനിപ്പോൾ തരുന്നത്. ഇത് നല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾ എനിക്കൊരു ചെറിയ ഫീസ് അയച്ചു തരണം, എങ്കിലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഫീസ് കൊടുക്കുന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്.
നമുക്ക് ഈ അറിവുകളൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ മാത്രം ഉപകാരപ്പെടുന്നതല്ല, അടുത്ത ജന്മത്തിൽ കൂടി ഉപകാരപ്പെടുന്നതാണ്. അടുത്തടുത്ത പല ജന്മങ്ങളിൽ, എല്ലാ ജന്മങ്ങളിലും നമുക്ക് ഈ അറിവ് ലഭിക്കുകയില്ല. അപ്പോൾ ലഭിക്കുന്ന ആ ജന്മം നമ്മൾ ഫീസ് കൊടുത്തിരുന്നാൽ നമുക്ക് അടുത്തടുത്ത ജന്മങ്ങളിൽ ഓർമ്മ വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫീസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ മുറിവുണ്ടാവും. ആ മുറിവിലേക്ക് ഈ അറിവ് എന്നെത്തി അത് ഫിക്സ് ആവുകയാണ്, അവിടെ സ്ഥിരപ്പെടുകയാണ്. നമ്മൾ ഫീസൊന്നും കൊടുക്കുന്നില്ല, നമ്മുടെ ഉള്ളിൽ പിന്നെ മുറിവൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത് മനസ്സാണ്, ആത്മാവാണ്. ആത്മാവും മനസ്സും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ ആത്മാവിലേക്ക് ഈ അറിവ് ചെന്നെത്തണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ ആത്മാവിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാവും. ആ മുറിവിലേക്ക് ഈ അറിവ് ചെന്നെത്തി അവിടെ സ്ഥിരപ്പെടും എന്നുള്ളത് മനസ്സിലാക്കണം. ജന്മാന്തരങ്ങൾ ജീവിക്കേണ്ടതായ അറിവാണിത്. ഈ ജന്മത്തിൽ മാത്രം ത്തിലേക്കുള്ള അറിവല്ല ഇത്. ആത്മീയജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മാന്തരങ്ങളെ നല്ലതാക്കുന്നതാണ്. ഇപ്പൊ തന്നെ നമുക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ച് പോകുന്നതിനുള്ള അറിവാണ് ആത്മീയജ്ഞാനം. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണെന്ന് വിചാരിക്കാറുണ്ട്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ദേവജ്ഞാനമാണ്. ദേവന്മാരെ പറ്റിയുള്ള ജ്ഞാനത്തെയാണ് പൊതുവെ ബ്രഹ്മജ്ഞാനം എന്ന് നമ്മൾ പറയാം. പക്ഷെ ആത്മീയജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നായിട്ടൊക്കെ ചിലർ വിചാരിക്കാറുണ്ട്. എന്നാൽ അതിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആത്മീയജ്ഞാനം നേടുന്നത്? പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവം ഉണ്ടല്ലോ, ദൈവം ക്ഷമിക്കുമല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ പാപങ്ങളൊന്നും ഒരു ദേവനും ക്ഷമിക്കുകയില്ല. കാരണം നമ്മളും ദേവന്മാരും എല്ലാം ആത്മാവുകളാണ്. ആത്മാവിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നതും ദേവന്മാർ ജനിക്കുന്നതും. മണ്ണ്, കല്ല്, പ്രകാശം, അന്തരീക്ഷം, ഭൂമി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് വേണ്ട സകലതും ഉത്ഭവിക്കുന്ന ആത്മാവിൽ നിന്നാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ആ ജീവകണികയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആരും ആരെയും സൃഷ്ടിക്കുന്നതല്ല, ആത്മാക്കൾ സ്വയം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ആത്മാവിൽ നിന്നാണ് നമ്മളെല്ലാം ജനിക്കുന്നത്. ദൈവവും നമ്മളും എല്ലാം. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കുന്നില്ല, പക്ഷെ നമ്മളെ ദൈവം നയിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എല്ലാ ആത്മാവുകളും ഇങ്ങനെ ജനിച്ച് തന്നെത്താനെ ഓരോന്ന് ചെയ്യുകയാണ്. ചിലരും മണ്ണാകുന്നു, വായു ആകുന്നു, വെള്ളമാകുന്നു, മനുഷ്യനാകുന്നു, മൃഗാദികളെല്ലാം ആകുന്നു, സൂര്യചന്ദ്രന്മാരാകുന്നു, ഭൂമി ഉണ്ടാകുന്നു. എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടായി നടന്നാൽ ഇതിനെന്താണ് ഒരു നിയന്ത്രണം? ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? നിയന്ത്രണമില്ലെങ്കിൽ എല്ലാം താറുമാറായിക്കൊണ്ടിരിക്കും. ഒരു നേതൃത്വമില്ലാതെ വരും. നേതൃത്വമില്ലെങ്കിൽ ഭൂമിയോട് പറയുന്നില്ല, ആരും പറഞ്ഞിട്ടല്ല അത് കറങ്ങുന്ന. അതിന് തോന്നുന്ന വിധത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 24 മണിക്കൂറോ 36 മണിക്കൂറോ, ചിലപ്പോൾ അതിലും വേഗത്തിൽ 24 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 12 മണിക്കൂർ കൊണ്ട് കറങ്ങിയെന്ന് വരാം, ചിലപ്പോൾ കറങ്ങാതിരുന്നെന്ന് വരാം. സൂര്യൻ അതുപോലെ തന്നെ പ്രകാശിക്കുന്ന ഒരേ തരത്തിലായിരിക്കത്തില്ല. ചിലപ്പോൾ മങ്ങി പ്രകാശിക്കും, ചിലപ്പോൾ അതികഠിനമായി പ്രകാശിക്കും. മഴ വരുന്നത് എപ്പോഴെങ്കിലുമൊക്കെ മഴ വരും, വെയിലുറയ്ക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഉറയ്ക്കും. അങ്ങനെ ഒരു സ്ഥിരമില്ലാത്ത രീതിയിലാണ് നേതൃത്വമില്ലെങ്കിൽ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ ദേവന്മാർ ഭൂമിയിൽ വരും. അവരിതൊക്കെ നോക്കിയിട്ട് ഇത് ഇങ്ങനെ പോരാ, അങ്ങനെ വേണമെന്നൊക്കെ വിചാരിച്ച് പരിഷ്കാരങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഈ ചില ഭാഗത്ത് ഇവിടെ മഴ പെയ്യുന്നത്. ആ ഭാഗത്ത് അവർ വ്യവസ്ഥ ചെയ്തതാണ്, അവരുടെ കൽപ്പനയാണ് അവിടെ മഴ പെയ്യണമെന്ന്. ഇപ്പൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് മെയ് ഒടുവിൽ മുതൽ ഭയങ്കര മഴയാണ്. അത് ദേവന്മാരുടെ കൽപ്പനയാണ്. ഈ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ കൂടെ പോകുന്ന എവിടെയെങ്കിലും പെയ്താൽ പോരെ? ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കേരളത്തിലും യൂറോപ്പിലും എല്ലാം ഒരേ രീതിയിൽ പെയ്താൽ പോരെ? മേഘമല്ലേ, ആകാശത്ത് കിടക്കുന്ന സാധനമാണ്. ഇവിടെ തന്നെ എന്താ പെയ്യുന്നത്? അത് ദേവന്മാരുടെ കൽപ്പന ഉള്ളതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് മഴ പെയ്യുന്നത്. അവിടെയും അവിടുത്തെ ദേവന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. നമ്മൾ ഈ
ദേവന്മാരെ മറന്നു കഴിയുമ്പോൾ ഈ കാലാവസ്ഥയെല്ലാം താറുമാറാവും. നമ്മളിവിടെയും കാലാവസ്ഥ ഇപ്പോൾ താറുമാറിലാണ്. മറ്റേ നല്ല കാലാവസ്ഥയായിട്ട് കൃഷിക്കും ജീവിതത്തിനും എല്ലാം പറ്റിയ കാലാവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു 5-6 വർഷത്തിന് മുമ്പ്. ഇപ്പം അതെല്ലാം താറുമാറായിപ്പോയി. അതിഭയങ്കര മഴ, അതിഭയങ്കര വെയിൽ, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ കാരണം? ദേവന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അവരെ നമ്മൾ ആ വിധത്തിൽ പൂജിക്കുന്നില്ല. ദേവന്മാരുടെ നമസ്കാരമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേവന്മാരെ നമ്മൾ നമസ്കരിക്കുന്ന ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിക്കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ അങ്ങനെയല്ല. ദേവന്മാർ നമ്മളെ നയിക്കുന്നവരാണ്, പ്രകൃതി പ്രപഞ്ച രക്ഷകരാണ്. നമ്മളും ദൈവം എല്ലാം ആത്മാവാണ്, ദേവന്മാരും എല്ലാം ആത്മാവാണ്. പണ്ട് കാലത്ത്, പഴയ കാലം മുതൽ ഈ നമ്മളെല്ലാം ആത്മാവുകളാണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ നിരീശ്വരവാദികൾ, ഓ എടാ നമ്മൾ തന്നെയാടാ ദൈവം, ഓ ഇതൊന്നും കാര്യമൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നതാണ്, ഉണ്ടാകുന്നതാണ്, ഇങ്ങനെ പോവുകയാണെന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഇതെല്ലാം നയിക്കാൻ വേണ്ടി കുറെ പേര് ഉണ്ട്. നയിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഓരോന്ന് ചെയ്യുകയാണ്. ജനിച്ചു വരുമ്പോൾ ഇവിടെ ഇപ്പം ഭയങ്കര മഴയാണ്, ഇത് കുറയണം, ഇത്രയും മഴ വേണ്ട, ഇത്രയും വെയിൽ വേണ്ട, ഇത്ര ശതമാനം വെയിൽ വേണം, ഇത്ര ശതമാനം മഴ വേണം എന്നൊക്കെ അവർ കൽപ്പന കൊടുക്കുകയാണ്. അവർ ഓരോ രഹസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമോ, നമ്മളെ പോലെ തന്നെ ജനിച്ചു. അവർ പബ്ലിസിറ്റി ഒന്നും ചെയ്തിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അവർ മഴയ്ക്ക് ഇതെല്ലാം കൽപ്പന ചെയ്യുമ്പം ഇതേപ്പറ്റി മനസ്സിലാക്കുന്ന ചിലരുണ്ടാവും, ചില മനുഷ്യരുണ്ടാവും. അവർക്ക് മനസ്സിലാക്കാം ഇയാൾ വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങളാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ഈ ദേവന്മാരുടെ കാലം കഴിയുമ്പം അവരെ ആരാധിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ കൽപ്പന നീണ്ടു നിൽക്കുന്നതിനും പ്രഭാവം നിൽക്കുന്നതിനുമാണ് അവരങ്ങനെ ആരാധിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ പറയും, ഓ ഇവൻ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്, ഇവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് അവരെ വിളിക്കും. അങ്ങനെയാണ് ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടാകുന്നത്. അല്ല വെറുതെ അങ്ങ് ബ്രാഹ്മണരാകുന്നതല്ല. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വെറും ആൾക്കാരല്ല. അവർ ആ പൂജ ചെയ്യുമ്പോൾ അവർക്ക് വേറെ തൊഴിൽ വല്ലതും ഉണ്ടോ? അവരെന്നാ കിളച്ചിട്ട് വന്ന് കൃഷി ചെയ്തിട്ട് വന്ന് നമുക്ക് വേണ്ടി ഇതെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ശരിയാവും? ഓരോരുത്തർക്കും ഓരോ തൊഴിൽ വേണ്ടേ? അപ്പം ബ്രാഹ്മണരെ അത് അങ്ങനെയായിട്ട് ആളുകൾ, മാമുനികളും സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാം അങ്ങനെ പുകഴ്ത്തി. നിങ്ങളിനി വേറൊന്നും ചെയ്യേണ്ട, ഈ പൂജ ചെയ്താൽ മതി, ഈശ്വര പൂജ ചെയ്ത് ഇവിടെയെല്ലാം പ്രപഞ്ചത്തെ സംരക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞ് അവർ എല്ലാവരും കൂടെ സമ്മതിച്ച് അവർക്ക് ഒരു ദാനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ദാനങ്ങൾ കൊടുക്കണമെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രാഹ്മണദാനമൊക്കെ പ്രധാനമായിട്ട് വന്നത്. അപ്പോ ബ്രാഹ്മണരിങ്ങനെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഇത് ദേവപൂജ കൊണ്ടാണ് ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുന്നത്, പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയും ഈ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പാവങ്ങളും പണക്കാരുമായിട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ജന്മം പണക്കാരായിരുന്നവരാണ് ഇന്ന് പാവപ്പെട്ടവരായിട്ട് ജനിക്കുന്നത് എന്നാണ് പുനർജന്മ സിദ്ധാന്തം പറയുന്നത്, മനസ്സിലാക്കുന്നത്. ഇത് പുനർജന്മം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊന്നും ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിന്റെ ഫലമായിട്ട് നമുക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് നമ്മൾ പാവങ്ങളായിട്ട് ജനിച്ചു കഴിയുമ്പോൾ സമരം ചെയ്യുകയാണ്. നമ്മളും നല്ല ജീവിത സാഹചര്യത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ പാവങ്ങളായിട്ട് ജനിക്കുന്നത് നമ്മൾക്ക് ഗുണത്തിന് വേണ്ടിയാണ്. എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ, പണക്കാരായിരിക്കുമ്പോൾ നമുക്ക് പലവിധ അസുഖങ്ങളുണ്ടാവും. ആ അസുഖങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പാവങ്ങളായിട്ട് ജനിക്കുന്നത്. പണക്കാരായിരിക്കുമ്പോൾ നമുക്ക് പ്രഷർ, ഷുഗർ, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ടാവും. ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് മിക്കവാറും പാവങ്ങളായിട്ട് നമ്മൾ ജനിക്കും. പണക്കാരായി ജനിച്ചു കഴിഞ്ഞാൽ പാവങ്ങളായിട്ട് ജനിക്കും. അപ്പോൾ പലരും വിചാരിക്കും, അയ്യോ ഞാൻ അബദ്ധമായി, ഇനിയും നമ്മൾ അടുത്ത ജന്മം പാവപ്പെട്ടവരാകുമല്ലോ എന്നോർത്ത് പണക്കാർ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിന് വേണ്ട ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ, അല്ലെ ഫീസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ജന്മം ഇത് ഓർമ്മിക്കാൻ കഴിയും. ഓർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സമരം ചെയ്യും. ഇപ്പോഴും പാവങ്ങളായിട്ട് ജനിച്ചു കഴിയുമ്പോൾ എല്ലാം സമരമാണ്. നമുക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ പാവങ്ങളായിട്ട് ജനിക്കുന്നത് നമ്മുടെ അസുഖങ്ങൾ, അസ്വസ്ഥതകൾ
മാറ്റാനാണ്, പണക്കാരായിരുന്നപ്പോൾ ഉണ്ടായ ആ അസ്വസ്ഥതകൾ മാറ്റാനാണ്. അപ്പോൾ അതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് പാവപ്പെട്ടവരെല്ലാം വിഷമിക്കുകയാണ്. അയ്യോ, എനിക്കൊരു നല്ല വീടില്ല, ഇങ്ങനെ മട്ടുപ്പാവ് പോലെ കെട്ടിയൊരു വീട് വേണം, മുറ്റത്തൊരു കാറ് കിടക്കണം, ഇതൊക്കെ എന്ന് സാധിക്കും, എങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് പാവപ്പെട്ടവർ വിഷമിക്കുകയാണ്. അതിൻ്റെ കൂടെ പലവിധ അസുഖങ്ങൾ, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനും നേരമില്ല പലർക്കും, അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലൊന്നും കാര്യമില്ല. പാവങ്ങളായിട്ട് ജനിക്കുമ്പം അത് അതേ രീതിയിൽ ജീവിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുകയുള്ളൂ. ഈ അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്കാണ്. പാവങ്ങളായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ആത്മരക്ഷ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അസുഖം ഉണ്ടാകുന്നത്. ഉടനെ പോയി വേറെ നിരീശ്വരവാദത്തിൽ പോവുകയോ ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നല്ലാതെ നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മൾ പണക്കാരായിരുന്നു, ഇപ്പോൾ പാവപ്പെട്ടവരായിരിക്കും. ഇത് ആത്മരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കി പാവപ്പെട്ടവരും പണക്കാരും ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. പണക്കാരായിരിക്കും നമുക്ക് പലവിധ അസുഖങ്ങളുണ്ട്, അത് മാറ്റാനാണ് പാവങ്ങളായിട്ട് ജനിക്കുന്നത്. അപ്പോൾ വീണ്ടും പണക്കാരുടെ രീതിയിൽ ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പണമുള്ളവരുടെ വീട്ടിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ അസുഖങ്ങളൊക്കെ വർദ്ധിച്ച് വളരെ ക്രിട്ടിക്കലായി പോകും. നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കാതെ വരും. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പാവങ്ങളായിട്ട് ജനിക്കുന്നത്. പാവങ്ങളായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രോഗങ്ങളെല്ലാം മാറും. നമ്മൾ വിചാരിക്കും മരുന്ന് കഴിച്ച് മാറ്റാമെന്ന്. മരുന്ന് കഴിച്ച് മാറ്റുന്ന അതാത് ജന്മത്തെ ശരീരത്തെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. യഥാർത്ഥ രോഗം ആത്മാവിലും മനസ്സിലുമാണ്, ഉള്ളിലാണ്. അത് ഇങ്ങനെ ജന്മാന്തരങ്ങളിങ്ങനെ പോകും. ഇപ്പം നമുക്കൊരു സ്ഥായിയായ അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശരീരം കൈകളിലൊന്നും നടപടിയാണ്. അപ്പം നമ്മൾ വീണ്ടും പുനർജനിക്കുമ്പോൾ വീണ്ടും അസുഖം ഉണ്ടാകും. എന്തിനാന്ന് വെച്ചാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മളിപ്പം പ്രഷറും ഷുഗറുമായിട്ട് മരിച്ചുപോയ ഒരാളാണെങ്കിൽ നമ്മൾ പുനർജനിക്കുന്ന കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഈ പ്രഷറും ഷുഗറും എല്ലാം വന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇവന് ഒരുപാട് കിടന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ്. അല്ല, നമുക്ക് ശരീരം അനങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഇവന് നിയന്ത്രണമില്ലാത്തവനാണ്. അതുകൊണ്ട് അവനെ ചാടിക്കരുതെന്ന് കരുതിയാണ് ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ് തന്നെ അങ്ങനെ ഇത് കൈക്കൊള്ളുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ആത്മജ്ഞാനം നേടി പുണ്യം നേടണം, കർമ്മം നേടണം. ഇല്ലെങ്കിൽ അസുഖങ്ങൾ ബാധിക്കും. പണക്കാരായിരിക്കുമ്പോൾ കർമ്മങ്ങളൊന്നും അധികം നേടാൻ സാധിക്കില്ല, നേടണമെന്നുമില്ല. അവർക്ക് സുഖിക്കാം. പക്ഷെങ്കിൽ അവർ ജ്ഞാനം നേടി മരിച്ചു പോയാൽ അവർക്ക് ഇത് വീണ്ടും പാവപ്പെട്ടവനായിട്ട് ജനിക്കുമ്പോൾ ഓർമ്മ വരും. അങ്ങനെ ആത്മരക്ഷ ഉണ്ടാവും. അതിനാൽ നിങ്ങൾ ഇതിന് ഫീസ് തരിക, ആത്മരക്ഷ ഉണ്ടാവും. പാവപ്പെട്ടവർ ഇപ്പോൾ സമാധാനമായല്ലോ. നമ്മൾ പണക്കാരല്ലാത്തതിൽ വളരെ വിഷമങ്ങളുണ്ടായിരുന്നു. ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പ് പണക്കാരായിരുന്നു, ഇപ്പോൾ പാവപ്പെട്ടവരായിരിക്കുന്നു. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ പ്രകൃതി നിശ്ചയമാണ് എന്നുള്ളത് മനസ്സിലാകണം. നമ്മുടെ ആത്മരക്ഷ നമ്മളിൽ തന്നെയാണ്. നമ്മൾ ദേവന്മാരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അവർ നിശ്ചയിക്കുന്നു മഴ ഇന്ന സമയത്ത് പെയ്യണം, വെയിൽ ഇന്ന സമയത്ത് വേണം, ഇത്ര അളവിൽ വേണം, സൂര്യൻ ഇത്ര ഡിഗ്രി ചൂടിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണം, അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. അതെല്ലാം വിഷവായുക്കളെയും വികിരണങ്ങളെയും ഒക്കെ തടയണം എന്നൊക്കെ അവർ കൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇതെല്ലാം താറുമാറായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റമായി ചെയ്താണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കാണ്, ഇതൊന്നും ആരും നിയന്ത്രിക്കുന്നതല്ലെന്ന് നമുക്കങ്ങ് തോന്നും. പക്ഷെ ഇതൊന്നും ആരും നിയന്ത്രിക്കാതെ ഇങ്ങനെ വരുമോ എന്ന് ഓർക്കണം. മഴ എവിടെയും പെയ്യാമല്ലോ, പക്ഷെ കേരളത്തിൽ മാത്രം ഒരു നിശ്ചിത സമയത്ത് വളരെയധികം മഴ പെയ്യുന്നു. ഇപ്പോഴാണ് വളരെയധികം, മുമ്പത് കുറെ കണക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് നിലവിട്ട് മഴ പെയ്യുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലെ അങ്ങ് മഴ പെയ്യുക. ഇതൊക്കെ എന്തുകൊണ്ട്? നമ്മൾ ദേവന്മാരെ കാണണം.
അവരോട് പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥിക്കുന്നത് പ്രകൃതി പ്രപഞ്ച സംരക്ഷണത്തിനാണ്. ഇടയ്ക്ക് നമ്മുടെ എല്ലാ അത്യാപത്തുകൾ അവർ മാറ്റിത്തരികയും ചെയ്യും. എന്നല്ല നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല. നമ്മുടെ ആത്മാവിനെ അവര് ആർക്കും സംരക്ഷിക്കാൻ പറ്റില്ല. അവർക്കെന്നല്ല ആർക്കും സംരക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷ നമ്മളിൽ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കണം. നമ്മൾ പാവങ്ങളും പണക്കാരുമായിട്ടൊക്കെ ജനിക്കും. അത് പ്രകൃതി നിശ്ചയമാണ്. അതും എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാം. നിങ്ങൾ ഈ ഭാഗത്തിന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഫീസ് അയച്ചു തരിക. നന്ദി, നമസ്കാരം.